ഇനി ഒരു വലിയ വിവാദമാക്കി ഇത് പറയുന്ന സംഖ്യയാണ്, അരസംഖ്യയാണ്, മറ്റൊരു സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞ് ആരും ആക്രമിക്കേണ്ട. 39 വർഷം ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ ആയുസിന്റെ പകുതിയിലേറെക്കാലം ഒരു റോഡിന് വേണ്ടി ഒരു നാട് കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥ. കേരളം ഭരിച്ച മുന്നണികൾ വികസനത്തിന്റെ പേരിൽ നമ്മൾ ഇത്രയും കാലം വിഡ്ഢികളാക്കുകയായിരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ ആ പ്രസംഗം കേവലം വാക്കുകളല്ല, അത് പതിറ്റാണ്ടുകളായി കേരളത്തെ പിന്നോട്ട് വലിച്ച വികസന വിരുദ്ധർക്കുള്ള മരണ വാറണ്ടാണ്. ശശി തരൂരിനെയും NK പ്രേമചന്ദ്രനെയും സംഘി എന്ന് വിളിച്ച് വേട്ടയാടുന്നവർക്ക് സുരേഷ് ഗോപി നൽകിയ ആ മാസ മറുപടി എന്തായിരുന്നു? UDFന്റെയും LDFന്റെയും കെടുകാര്യസ്ഥതയെ കീറി മുറിക്കുന്ന മോദി സർക്കാരിന്റെ വികസന വേഗതയെ വാഴ്ത്തുന്ന ഈ സ്പെഷ്യൽ എക്സ്പ്ലെയിനർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണുന്ന ഈ തിളക്കം കൊല്ലത്തിന് പെട്ടെന്നുണ്ടായതല്ല. UPA ഭരണകാലത്ത് കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാരാണ് ഡൽഹിയിൽ വാണിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു കൊല്ലം ബൈപ്പാസ് പൂർത്തിയാക്കാൻ 39 വർഷം എടുത്തു? അന്ന് ഫയലുകൾ പൊടിപിടിച്ച് കിടന്നു, പദ്ധതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങി. 8 മന്ത്രിമാർ ഉണ്ടായിട്ടും സാധിക്കാത്തത് 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതോടെ എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? ഇതാണ് മോദി മാജിക്. പണമില്ലെന്ന പല്ലവി പാടി നടന്നവർക്ക് മുന്നിൽ ഫണ്ട് കൃത്യമായി നൽകി പണി വേഗത്തിൽ തീർക്കുന്ന പുതിയ ഇന്ത്യയുടെ രീതി. സുരേഷ് ഗോപി തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം MP ആയിരുന്ന കാലത്ത് നിതിൻ ഗഡ്കരിയുടെ പിന്നാലെ നടന്ന് നേടിയെടുത്തതാണ് ഈ വികസനങ്ങളിൽ പലതും. ഇന്ന് അദ്ദേഹം തന്നെ അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. കൃത്യമായ കാര്യങ്ങൾക്ക് പ്രണയങ്ങളും എപ്പോഴും രാഷ്ട്രീയ ഉണ്ടാവും. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ ശക്തമായി എതിർക്കും, ഞങ്ങളുടെ ബില്ലുകളെ എതിർക്കും, ഞങ്ങളുടെ ഫിനാൻസ് മിനിസ്റ്റർ അതിഘോരമായി തന്നെ എതിർക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒടുവിൽ ഈ സംവിധാനങ്ങൾക്കെല്ലാം ഒരു ഉപയോഗപ്രദമായ പരിണാമമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു MP കൂടിയാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ എതിർപ്പെല്ലാം ഒരുപക്ഷെ വോട്ട് ജയിക്കുന്നതിന് വേണ്ടിയുള്ള എതിർപ്പ് മാത്രമാണ്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ ഒത്താണ് ഓടുന്നത്, ജയിക്കുന്നതും എല്ലാവരും ഒത്താണ് ജയിക്കുന്നത്, അത് ഈ രാജ്യമാണ് ജയിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന രാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂരും അതുപോലെ തന്നെ ശ്രീ പ്രേമചന്ദ്രനും. ഇതൊന്നും ഇനിയൊരു വലിയ വിവാദമാക്കി ഇത് പറയുന്ന സംഖ്യയാണ്, അരസംഖ്യയാണ്, മറ്റൊരു സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞ് ആരും ആക്രമിക്കേണ്ട. ഇവിടുത്തെ ഈ ബൈപ്പാസിനെ സംബന്ധിച്ച് എത്ര വർഷമാണ് മുടങ്ങിക്കിടന്നത്? എന്റെ ഒരു അറിവിൽ 39 വർഷമാണ് മുടങ്ങിക്കിടന്നത്. 7-8 മന്ത്രിമാരുണ്ടായിരുന്നു UPA ഭരണകാലം, ഇല്ലേ? നൗഷാദിന്റെ പാർട്ടിക്കാര് 4 വർഷം അവര് താങ്ങിയതാണ് UPA എന്ന് പറഞ്ഞു. അവസാനം ഒരു ന്യൂ ഡീലിന്റെ പേരിൽ മാത്രം 2009 വരുന്ന ഇലക്ഷനിൽ ജനങ്ങൾക്ക് നേരിടാൻ പറ്റാത്തത് കൊണ്ട് പിന്തുണ പിൻവലിച്ച് പുറത്തു തന്നത്. ഈ പ്രസംഗത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് അറിയാമോ? തന്റെ രാഷ്ട്രീയ ശത്രുക്കളെ പോലും അദ്ദേഹം ചേർത്ത് പിടിച്ചു. ശശി തരൂരും NK പ്രേമചന്ദ്രനും വികസന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുമ്പോൾ അവരെ അരസംഖി എന്നും മുക്കാൽ സംഖി എന്നും വിളിക്കുന്ന സൈബർ പോരാളികളെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പിച്ചു ചീന്തി. വികസനത്തിന് രാഷ്ട്രീയം പാടില്ല എന്ന നരേന്ദ്രമോദിയുടെ മന്ത്രമാണ് സുരേഷ് ഗോപി അവിടെ മുഴക്കിയത്. വികസനത്തെ പിന്തുണയ്ക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന UDF LDF നിലപാടുകൾ കേരളത്തിന്റെ നാശത്തിനാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഒരു പാലം പണിയുമ്പോഴോ റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരിക്കുമ്പോഴോ അതിൽ രാഷ്ട്രീയം കലർത്തുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാർക്ക് ഇതൊരു പാഠമാണ്. ഇന്ന് ഭാരതം ലോകത്തിന്റെ നെറുകയിലാണ്. ഡിജിറ്റൽ പേയ്മെന്റിലും സാങ്കേതിക വിദ്യയിലും നമ്മൾ അമേരിക്കയെ പോലും അതിശയിപ്പിക്കുകയാണ്. കൊല്ലം ജംഗ്ഷനിൽ ഇന്ന് കാണുന്ന മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേവലം ഒരു തുടക്കം മാത്രമാണ്. അമൃത് ഭാരത് പദ്ധതിയിലൂടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങളെ വെല്ലുന്ന രീതിയിൽ മാറുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഓടിത്തുടങ്ങിയപ്പോൾ പരിഹസിച്ചവരെല്ലാം ഇന്ന് അതിൽ ടിക്കറ്റ് കിട്ടാതെ വലയുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ കൊല്ലത്തും തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഒക്കെ എത്തുമ്പോൾ അത് സാധ്യമാക്കിയത് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ്. ഇത് വെറും സിമന്റും മണ്ണും കൊണ്ടുള്ള വികസനമല്ല. ഇത് 140 കോടി
കോടി ഭാരതീയരുടെ അഭിമാനമാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി കേരളത്തിന്റെ വികസനത്തിന് ഒരു ഇന്ധനമായി മാറിയിരിക്കുന്നു. 39 വർഷത്തെ മരവിപ്പിൽ നിന്നും കേരളം ഉണരുകയാണ്. ഇനിയെങ്കിലും വികസനത്തെ രാഷ്ട്രീയ കണ്ണോടെ കാണുന്നത് നമ്മൾ നിർത്തണം. 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേരളം കൈകോർത്ത് നിൽക്കേണ്ടത് മോദി സർക്കാരിന്റെ വികസന നയങ്ങൾക്കൊപ്പമാണ്. വികസന വിരുദ്ധരെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഈ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പതിറ്റാണ്ടുകൾ നമ്മളെ വഞ്ചിച്ചവർക്ക് ഇനി മാപ്പുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.